ഇഫ് യു തിങ്ക് ആനിമേഷൻ മൂവീസ് ആർ ഫോർ കിഡ്സ് ഓർ ആനിമേഷൻ മൂവീസ് ആർ ദാറ്റ് ഇൻട്രസ്റ്റിംഗ്, ഈ 3 സിനിമയും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ആനിമേഷൻ മൂവീസിനെ ജഡ്ജ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് മൂവി എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിൽ നടക്കുന്ന കഥയാണ്. അതായത് ഇൻ ദ ഫാർ ഫ്യൂച്ചർ ഹ്യൂമൻസിന്റെ ബോഡിയിലൂടെ റോബോട്ടിക് പാർട്സോടെ മിക്സ് ചെയ്ത് ഒരു സൈബർ പങ്ക് വേൾഡിൽ നടക്കുന്ന കഥയാണ്. കോൺസെപ്റ്റ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് ഗെയിംസ്, ഒരുപാട് മൂവീസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയെ അഡ്രസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. നിങ്ങൾക്ക് ബ്ലേഡ് റണ്ണർ അല്ലെങ്കിൽ സൈബർ പങ്ക് പോലുള്ള ഗെയിമുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഗോസ്റ്റ് ഇൻ ദ ഷെൽ എന്ന് പറയുന്ന ഈ മൂവി കൂടെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോണറാണ് ടൈം ട്രാവൽ എങ്കിൽ അടുത്ത മൂവി എന്ന് പറയുന്നത് ടൈം ട്രാവൽ ജോണറിലുള്ളതാണ്. ഇതെന്ന് പറയുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ടൈം ജമ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി റാൻഡമായിട്ട് കിട്ടുകയും ആ ഒരു എബിലിറ്റി കൊണ്ട് വളരെ റാൻഡമായിട്ടുള്ള സ്റ്റെപ്സ് ആ കുട്ടി ചെയ്യുന്നതാണ് ഈ മൂവിയുടെ കഥ. അതായത് എക്സാമിന് ചീറ്റ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ നടക്കുന്ന ഫൈറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എബിലിറ്റി യൂസ് ചെയ്യും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ കഥയിൽ പെട്ടെന്നൊരു ഷിഫ്റ്റ് വരികയും വേറൊരു രീതിയിലോട്ട് ഈ സ്റ്റോറി പോകുന്നതാണ് ഈ സിനിമ. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വൺ ലൈൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദ ഗേൾ ഹു ലെഫ്റ്റ് ത്രൂ ടൈം എന്ന് പറയുന്ന ഈ മൂവിയും കൂടെ നിങ്ങൾ കണ്ടു നോക്കുക. അവസാനമുള്ള ഈ മൂവി എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറയുന്നത്. ഈ മൂവി കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. ഈ ഒരു മൂവിയിൽ ഒരു വില്ലനൊന്നും ഇല്ല, ജസ്റ്റ് റിയൽ ലൈഫിലെ സിനാരിയോസ് കാണിച്ചു പോകുന്ന ഒരു മൂവിയാണ്. വളരെ റോ, റിയലിസ്റ്റിക് ആൻഡ് ട്രാജിക് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. ഈ മൂവിയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഇത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, അത്ര ഞാൻ പറയുന്നു.